ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? മഴക്കാലമാണല്ലോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. മഴക്കാല രോഗങ്ങളൊന്നും നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ, സുരക്ഷിതരായിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ നീണ്ട അധ്യാപന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഒരു നല്ല അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു നല്ല അധ്യാപകൻ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒരിക്കൽ സ്കൂൾ തുറന്ന സമയത്ത് കുട്ടികളെയൊക്കെ ഡിവിഷൻ തിരിച്ച് ഓരോ ഡിവിഷനിലെ കുട്ടികളുടെ ക്ലാസ് ചാർജ് ഓരോ അധ്യാപകർക്ക് കൊടുക്കുമല്ലോ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ചില അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവനും നല്ല കുട്ടികളായിരിക്കണം. എങ്ങനെ നല്ല കുട്ടികളായിരിക്കണം? കണ്ടാൽ നല്ലതായിരിക്കണം, സമ്പന്നരുടെ കുടുംബങ്ങളിലെ കുട്ടികളായിരിക്കണം, ബുദ്ധിശാലികളായിരിക്കണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണ് എന്ന് അവർക്ക് അഭിമാന പുരസ്സരം പറയാമല്ലോ. പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങും, അത് ആ കുട്ടികളുടെ മികവ് കൊണ്ടായിരിക്കും. അതിന് അവർക്ക് കോച്ചിങ് വേണ്ട രീതിയിൽ പ്രോത്സാഹനം കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രതയും അവരുടെ വീടുകളിൽ ഉണ്ടാകും. അപ്പോൾ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, എൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണ് എന്ന അഭിമാനത്തോടെ ഒരു ടീച്ചർക്ക് പറയാൻ സാധിക്കും എന്നുള്ള ചിന്തയാവാം ആ ടീച്ചറിനെ കൊണ്ട് ഇപ്രകാരം പറയിപ്പിച്ചത്. പറഞ്ഞത് എന്താണെന്നല്ലേ? ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ക്ലാസ്സിലെ കുട്ടികൾ? അപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ പോയി പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞ് 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ അവിചാരിതമായി വരാന്തയിലൂടെ പാസ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ടീച്ചറെ കുട്ടികൾ? അത് സ്വാഭാവികമായ ഒരു ചോദ്യം, അല്ലാതെ അതിൻ്റെ അകത്ത് കുട്ടികളെ വേർതിരിച്ച് കാണാനുള്ള ഒരു ലക്ഷ്യത്തോടെയല്ല എൻ്റെ ചോദ്യം. പക്ഷേ ടീച്ചറുടെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഓ, ഒരു ഗുണവുമില്ല ടീച്ചറെ, ചവറു കുട്ടികൾ എന്നായിരുന്നു ആ ടീച്ചറിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ. ആ വാക്കുകൾ അന്നു മുതൽ റിട്ടയർമെന്റിന് ശേഷവും ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന വാക്കുകളാണ്. ഇടയ്ക്കിടെ അതിങ്ങനെ എൻ്റെ ചിന്തകളിലേക്ക് തികട്ടി വരും. കുട്ടികൾ എങ്ങനെയാണ് ചവറുകളാവുക? നമുക്കറിയാം, ചവറെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണല്ലേ. നമ്മൾ തൂത്തുവാരിക്കൊണ്ട് കളയും, അല്ലെങ്കിൽ കത്തിക്കും, അങ്ങനെയുള്ള സംഭവമാണ് ഈ ചവറ്. അതുകൊണ്ട് അധ്യാപകർ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾ ഒരിക്കലും ചവറുകളല്ല. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ആണ്. ഓരോ രക്ഷിതാവിനും അവരുടെ കുട്ടികൾ പൊന്മക്കൾ തന്നെയാണ്. ആ മക്കളെ നന്നാക്കാനായിട്ടാണ് ബോധവും കൊടുത്ത് വളർത്തി നല്ല വ്യക്തിത്വങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ആ മക്കളെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ കുട്ടികളെ ബുദ്ധി കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യ കുറവ് കൊണ്ടോ പഠനത്തിലെ മികവ് കുറവ് കൊണ്ടോ ചവറു കുട്ടികൾ എന്ന് ഒരിക്കലും നിങ്ങൾ മുദ്ര കുത്തരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക, ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.